ഒരു അറബിക് അധ്യാപകൻ തമാശയും ചിരിയും കളിയൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫാമിലി ഭാര്യൻ്റെ പേരെന്താന്ന് വെച്ചു. മുംതാസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഭാര്യ പേര് വെച്ചിരുന്നു? അതെ, മുംതാസ്. നിങ്ങളെല്ലാം ഇല്ല, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലമായി? 16 കൊല്ലമായി. ഭാര്യയുടെ ഒരിക്കലെങ്കിലും മുംതാസ് എന്നതിൻ്റെ മീനിങ് പറഞ്ഞു. സൂപ്പർ എന്നല്ലേ അർത്ഥം. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്? അതേ സ്ഥാനത്ത് അദ്ദേഹം പെണ്ണ് കാണാൻ പോയ സമയത്ത് ആ പേരെന്താണോ? മുംതാസ്. ഹോ, മുംതാസാ, എന്താ സൂപ്പറാണല്ലോ, ഹൈ, ഇത്ര നല്ലൊരു പേര് എന്നാ ഭർത്താവ് കണ്ട ഉടനെ പറഞ്ഞെങ്കിൽ ആ ഭർത്താവിന് തൊലിക്കൽപ്പം നിറം കുറവുണ്ടായിരുന്നെങ്കിലും ന്യൂനതകളും കുറവുകളുണ്ടായിരുന്നെങ്കിലും അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഇംപ്രഷൻ ആദ്യമായിട്ട് സ്വാധീനിക്കാവുന്നത്. അപ്പോൾ ഏത് സംസാരത്തിലും ആദ്യ സംസാരം മനസ്സ് വശീകരിക്കുന്നതായിരിക്കണം. ആ പെണ്ണ് കാണാൻ ചെന്ന് അവിടെ ആദ്യ തവണ ആയതുകൊണ്ടായേക്കാം കയ്യ് പറച്ച് കാല് പറച്ച് മുഖം കരിവാളിച്ച് അപ്പം തന്നെ സ്വാഭാവികമായിട്ടും പെണ്ണ് ഇന്നിങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്നായിരിക്കും ചിന്തിക്കലുണ്ടാകുക. അപ്പോഴാണ് എപ്പോഴും ഇണയെ പ്രകീർത്തിക്കാൻ പലപ്പോഴും സഹോദരിമാർ ഭർത്താവ് മരിച്ചാ വാ തോരാതെ ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ ദുന്യാവിൽ വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, എന്നെ സ്നേഹിച്ച രംഗം അങ്ങനെ പറഞ്ഞ് വാ തോരാതെ ആ പെണ്ണ് മരിക്കോളും പറയാറുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, എന്നാൽ ഇത് വല്ലപ്പോഴും ഭർത്താവിനോട് ജീവിതകാലത്ത് നിങ്ങളെപ്പോലത്തെ ഒരു ഭർത്താവ് എനിക്കല്ലാതെ വേറെ ആർക്കും കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ? അപ്പോൾ സ്നേഹം വീട്ടിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ അടച്ച് പൂട്ടി വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ഭാര്യ ഭർത്താവിന് സ്നേഹിക്കുന്നു എന്ന് പറയലല്ലാതെ മറിച്ച് അത് ജാക്കിയാണ്, കുഞ്ഞാപ്പു ആക്കല, പല പേരുകളും അതിന് പലരും വിളിച്ചേക്കാം. ഞാൻ ആ പേരുകൾക്കെല്ലാം നേരെതിരാണ്. പക്ഷേ അതിൻ്റെ പ്രകടിപ്പിക്കുന്നത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾ മക്കൾക്കും മക്കൾ രക്ഷിതാക്കൾക്കും ബോധ്യപ്പെടുത്തി കൊടുത്താൽ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാതെ ഭാര്യ ഭർത്താക്കൾ കുഴപ്പങ്ങളില്ലാതെ എന്നെന്നും സന്തോഷകരമായ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എല്ലാവരും അത് ശ്രദ്ധിക്കുമല്ലോ.